നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും, വളരെ അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഒരാളുമായിരിക്കും. പക്ഷെ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, നിങ്ങളുടെ കടങ്ങൾ തീരുന്നില്ല, നിങ്ങൾ ഇങ്ങനെ EMI അടച്ചേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം നമുക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അവര് നിങ്ങളെപ്പോലെ രാവിലെ നേരത്തെ എണീറ്റ് 9:30 ഒരു ഓഫീസിലെത്തി, രാത്രി 8:30 വരെ ജോലി ചെയ്ത്, സമയത്തിന്റെ പുറകെ അലഞ്ഞ് ഒരു റാറ്റ് റേസിൽ സ്റ്റക്കായി അങ്ങനെയൊന്നുമല്ല ജീവിക്കുന്നത്. അവര് നോക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവർക്ക് തോന്നുന്ന സമയത്ത് എണീക്കുന്നു, ലാപ്ടോപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ്? അതായത് പണക്കാര് എങ്ങനെ പണക്കാരായി, പണക്കാര് എന്തുകൊണ്ട് പണക്കാരായിട്ട് തുടരുന്നു, പുവറും മിഡിൽ ക്ലാസ്സും എന്തുകൊണ്ട് ഇതേ റാറ്റ് റേസിൽ തലമുറകളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഞാനൊരു ഫിനാൻസ് എക്സ്പേർട്ട് ഒന്നുമല്ല. ഈ ഫിനാൻസിനെ പറ്റിയൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ അറിയാം, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എങ്കിലും കുറെ പേർക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലെന്ന് എനിക്ക് വളരെ റീസെന്റ് ആയിട്ടാണ് മനസ്സിലായത്. സോ ഈ വീഡിയോന്റെ സോഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ സൈക്കോളജി ഓഫ് മണി. അപ്പോൾ ഈ രണ്ട് ബുക്സ് ആണ് ഈ വീഡിയോക്കുള്ള സോഴ്സ്. പണക്കാരാകുന്നത് അവരുടെ പാരൻസ് അവരുടെ മക്കൾക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ വിസ്ഡം എന്ന് പറയുന്നത്. അതായത് ചില നിർദ്ദേശങ്ങളുണ്ട്, ചില ഉപദേശങ്ങൾ. ഇത് പുവറിനും മിഡിൽ ക്ലാസ്സിനും നമ്മുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളിതൊന്നും ആരും സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. അതായത് പുവറിനും മിഡിൽ ക്ലാസ്സിനും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അവരവരുടെ മക്കളോട് പറയും, നിങ്ങൾ പഠിച്ച് ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കാൻ. അതൊരു വളരെ നല്ല ചിന്താഗതിയാണ്, ആക്ച്വലി വളരെ നോബിൾ ചിന്താഗതിയാണ്. പക്ഷേ പൈസ വർക്ക് ചെയ്യുന്നത് അങ്ങനെ അല്ല. പണക്കാര് വളരെ കഷ്ടപ്പെട്ട് ദിവസവും കൂലിപ്പണി ചെയ്ത് ഓടി നടന്ന് അങ്ങനെയൊന്നും അല്ല പണം ഉണ്ടാക്കുന്നത്. അതാണ് പറഞ്ഞത്. പണക്കാർക്ക് പാവപ്പെട്ടവർക്കും പൂർണ്ണ അറിയാത്ത ചില കാര്യങ്ങൾ അറിയാം. അതൊരു നോളജാണ്, ഒരു വിസ്ഡമാണ്. അതിനെയാണ് ഫിനാൻഷ്യൽ വിസ്ഡം എന്ന് പറയുന്നത്, അഥവാ സാമ്പത്തിക സാക്ഷരത. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണത്തിൽ കൂടി പറഞ്ഞുതരാം. അതായത് ഒരു സാധാരണക്കാരന് ലോട്ടറി അടിക്കുന്ന കഥകൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഒരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ കുറെ നാൾ കഴിയുമ്പോൾ കറങ്ങിത്തിരിഞ്ഞ് അയാൾ തുടങ്ങിയ അതേ ദാരിദ്ര്യത്തിൽ തന്നെ വന്ന് നിൽക്കുന്നത് കാണാം. എന്നാൽ കയ്യിൽ ഒരുപാട് പണമുള്ള ഒരാളുടെ കയ്യിൽ കുറെ പൈസ എക്സ്ട്രാ വന്നാൽ അയാൾ ആ പണം ഇരട്ടിപ്പിക്കുന്നത് കാണാം. ഇത് അയാൾക്ക് ഫിനാൻഷ്യൽ വിസ്ഡം ഉള്ളത് കൊണ്ടാണ്. സാധാരണക്കാർക്ക് ഇതല്ലാത്തതുകൊണ്ടാണ് അവർ കറങ്ങിത്തിരിഞ്ഞ് തുടങ്ങിയ ദാരിദ്ര്യത്തിൽ തന്നെ വന്ന് നിൽക്കുന്നത്. പണക്കാരനാകുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു മെയിൻ കാര്യമാണ്, ആർക്കും ക്ഷമയില്ല. എല്ലാവരും എന്നാ പെട്ടെന്ന് പറ ഞാൻ പെട്ടെന്ന് റിച്ച് ആവണം, ഇങ്ങനെ ചിന്തിക്കും. അത് നടക്കില്ല. ആദ്യം വേണ്ടത് ക്ഷമയാണ്. ഫിനാൻഷ്യൽ വിസ്ഡത്തിലൂടെ ആണെങ്കിൽ, അതായത് നമ്മളൊരു ചെടി വളർത്തുന്ന പോലെയാണ്. നമ്മളൊരു ചെടി വളർത്തുന്നത് എങ്ങനെ? ആദ്യം വിത്തിട്ട് വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ പതുക്കെ വെള്ളമൊഴിച്ച് അങ്ങനെ ആ ചെടി വളർന്ന് എന്നിട്ടാണ് അതിൽ നിന്നുള്ള കായും ഫലമൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ റിച്ച് ആവുന്നത് ശരിക്കും ഇങ്ങനെയാണ്, അത് പതുക്കെ ക്ഷമയോടെയാണ്. അപ്പൊ ഈ ഫിനാൻഷ്യൽ വിസ്ഡത്തിന്റെ ഒരു മെയിൻ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അത് ജീവിതത്തിൽ ഇനി എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. അത് റിച്ച് ഇൻവെസ്റ്റ് ഇൻ അസെറ്റ്സ്, പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ഇൻവെസ്റ്റ്സ് ഇൻ ലയബിലിറ്റീസ് ദാറ്റ് തിങ്ക് ദേ ആർ അസെറ്റ്സ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. അതായത് റിച്ച് സമ്പാദ്യങ്ങളിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അതായത് ഈ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതായത് സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ബോണ്ടുകൾ, വസ്തു, പിന്നെ സംഗീതം, തിരക്കഥ, സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുക, പിന്നെ നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഡിജിറ്റൽ കണ്ടന്റ്സ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചാൽ ഇവഞ്ച്വലി അതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും, അതിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസ കിട്ടിയാലും എന്തൊക്കെയാണെങ്കിലും FDസിൽ ഇടുക, ഗോൾഡിൽ ഇടുക, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, നിക്ഷേപിക്കും. അങ്ങനെ അതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ പുവർ ആൻഡ് മിഡിൽ ക്ലാസ് എന്താന്ന് വെച്ചാൽ അവര് അസറ്റാന്ന് കരുതി മേടിക്കുന്ന പലതും ആക്ച്വലി ലയബിലിറ്റീസ് ആണ്. അതായത് ഒരിക്കൽ മേടിച്ചു കഴിഞ്ഞാൽ മൂല്യം കുറയുന്ന കാര്യങ്ങളാണ് ലയബിലിറ്റീസ്. അത് നമ്മുടെ സമ്പാദ്യം ചോർത്തിക്കൊണ്ടേയിരിക്കും. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ്, അത്യാഡംബരം, EMIയിൽ മേടിക്കുന്ന ഐഫോണ്, വാഹനങ്ങള്, ഇതൊക്കെ നമ്മൾ അസറ്റ്സ് ആണെന്ന് കരുതി മേടിക്കും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതിങ്ങനെ മാസാമാസം നമ്മൾ EMI ആയിട്ട് ഇതിന്റെ പൈസ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് നമുക്ക് പൈസ കൊണ്ടുവരുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഒരു റിച്ച് മൈൻഡ് സെറ്റും പൂർ മൈൻഡ് സെറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം.
റിച്ച് മറ്റുള്ളവരെ കാണിക്കാനൊന്നും അല്ല മേടിക്കുന്നത്. അവരെ ആക്ച്വലി അവർ ഇങ്ങനത്തെ ലക്ഷറിയൊക്കെ ഏറ്റവും അവസാനം ആയിരിക്കും മേടിക്കുന്നത്. അവരവരുടെ വെൽത്ത് ഒക്കെ അക്വയർ ചെയ്ത് അവർക്ക് ഇനി ഒരു സ്റ്റേജ് എത്തുക, അവർക്ക് ഇനി പണിയെടുക്കണ്ട എന്നുള്ള സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞു അവർ ഏറ്റവും ലാസ്റ്റ് ആഡംബര കാറും ഇതൊക്കെ മേടിക്കുള്ളൂ. ഈ പൂവറും മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലക്ഷറീസ് ആയുള്ള സാധനങ്ങൾ ഇതൊക്കെ മേടിക്കും, എന്നിട്ട് അതിന്റെ EMI അടച്ച് ജീവിതം തീർക്കും. ഇതാണ് ഒരു പ്രധാന വ്യത്യാസം. ഈ അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞാൽ ഇത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അസറ്റ്സിലേക്ക് നിക്ഷേപിച്ചാൽ ഇത് ഇവഞ്ച്വലി നമ്മളൊരു വെൽത്തി പേഴ്സൺ ആക്കും. ചെറുപ്പത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു, ഇപ്പൊ എനിക്ക് ഇത്ര പൈസ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ മതിയെന്ന്. പക്ഷെ പിന്നീടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതായത് എന്റെ നീഡിനുള്ള പൈസ എനിക്ക് ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ പൈസ ഇല്ല. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന് ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് വന്ന് എടാ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കുറച്ച് അത്യാവശ്യമായിട്ട് ഇങ്ങനെ പൈസ വേണ്ടി വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ വരിക, ഇങ്ങനെയൊക്കെ ഓരോന്ന് വരാൻ തുടങ്ങി. പിന്നീടാണ് അറിഞ്ഞത്, ഇത് സന്തോഷ് ജോർജുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, പല സിനിമകളിലും ഇത് കാണാൻ പറ്റും. അതായത് പണക്കാരെല്ലാം എന്തോ ദുഷ്ടന്മാരാണ്, വില്ലന്മാരാണ് എന്നുള്ള പോലെ റിച്ചിനെ എപ്പോഴും നെഗറ്റീവായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ മുതലാളിമാരൊക്കെ ഭയങ്കര സാധനങ്ങളാണ്, ഇങ്ങനത്തെ ഒരു ഇതിൽ കാണിക്കുക എന്നുള്ളത് ഇതൊരു ആവറേജ് മലയാളി മൂരാച്ചി ചിന്ത തന്നെയാണ്. അതായത് പൈസ ഉണ്ടാക്കുന്ന എന്തോ ഭയങ്കര ദുഷ്ടത്തരമാണ്, എന്താണ് ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ എളിമ, ലാളിത്യം, ഇങ്ങനെ പല പണ്ട് പോലെ നമുക്ക് കേട്ടുള്ള പല സാരോപദേശ കഥകളിലും നമ്മൾ സത്യത്തിൽ ഇതൊരു ട്രാപ്പ് ചെയ്താണ്. അതായത് ദാരിദ്ര്യത്തിന് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. പണം ആക്ച്വലി നമുക്ക് നമ്മളൊരു വീക്ക് പോയിന്റിൽ നിന്ന് കയറാൻ സഹായിക്കും, നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ സഹായിക്കും. ഇപ്പൊ നമുക്ക് മെച്ചപ്പെട്ട ഭക്ഷണം, ഹെൽത്ത്, പല ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുക, ഇതൊക്കെ സമ്പത്ത് സഹായിക്കും. സൈക്കോളജി ഓഫ് മണിയിൽ ഒരു പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ റിച്ച് പുവർ മിഡിൽ ക്ലാസ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊരു പിക്ചർ വന്ന് കാണും. അതായത് കയ്യിൽ പൈസ ഉള്ള എല്ലാവരും ഈ ഫിനാൻഷ്യൽ വിസ്ഡം ഉള്ളവരല്ല. അങ്ങനെയുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറേ പൈസ ഉണ്ടെങ്കിലും നിങ്ങൾ ജീവിതം കൊണ്ട് ദരിദ്രനാവാനും സാധ്യതയുണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഈ പൈസയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സമയത്തിന് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും, നമുക്ക് സമാധാനമായിട്ടുള്ള ജീവിതം. അപ്പോ എന്താണ് സമ്പത്ത് എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സംഭവമുണ്ട്. അതായത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ, നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ വെൽത്താണ്. അപ്പൊ ഈ പണം കൊണ്ട് ഇപ്പൊ ഒരാൾക്ക് നല്ല പൈസ ഉള്ള ഒരാളാണ്, പക്ഷെ അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമായിട്ട്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയുള്ള ഒരു ലൈഫാണ്. അയാൾക്കൊരു ഉച്ചക്കൊരു സന്തോഷത്തോടെ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റുന്നില്ല, അയാൾ ധൃതി പിടിച്ച് കഴിച്ചിട്ടാ പോണേ. അപ്പോ ആ പണം കൊണ്ട് എന്താ അർത്ഥമുള്ള? ഇതുമല്ല ഒരു റിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത്. സമ്പത്ത് എന്നുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫും സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒക്കെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത്. ആരോഗ്യകരമായുള്ള ജീവിതം, ഇതൊക്കെ സമ്പത്തിന്റെ പട്ടികയിൽ പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ്. ഈ റിച്ച് ഡാഡിൽ പറഞ്ഞതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്, നമ്മൾ സ്കൂളിൽ പോകുന്നത് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാനാണ്, അതുകൊണ്ട് നമ്മൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ചും നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പണക്കാർ അവരവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. അവരൊരിക്കലും ഈ പണത്തിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കയ്യിലുള്ള പണത്തിനെ പറ്റി അവർ ഫോക്കസ്ഡ് അല്ല. അവരവരുടെ സമ്പാദ്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നു, അതവർക്ക് ഇവഞ്ച്വലി സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നാൽ ഈ പൂറും മിഡിൽ ക്ലാസ് ഒക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നിത്യേനയുള്ള അവരുടെ ജീവിത ചെലവുകൾ, പെട്രോൾ അല്ലെങ്കിൽ പച്ചക്കറി കാശ്, ഇതിനെപ്പറ്റിയൊക്കെ അവർ നിരന്തരം ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ഇതുപോലെ അതിൽ ശ്രദ്ധിക്കുക, അവരുടെ സമ്പത്തിൽ ശ്രദ്ധിക്കുക. കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ്ലി ഇത് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നാണ് ഇത് പറയുന്നത്. നേരത്തെ ഞാൻ ഓവർ എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞു. ആൾക്കാരിങ്ങനെ അനാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുക, അങ്ങനെ EMI കടമൊക്കെ വരുത്തി വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ പണം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ നാളെ മുതൽ പണം ഞാൻ ഇങ്ങനെ കുടുക്കയിലിട്ട് വെക്കുന്ന പോലെ വളരെ പിശുക്കി ചിലവാക്കാം. അങ്ങനെ നോ അതുമല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ എന്താ പറയുക, ബോധത്തോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിശുക്കല്ല സമ്പാദ്യം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവ് വേണ്ടേ. അപ്പോൾ പിശുക്കി നിൽക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇന്നാൾ മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വന്ന്, പേഴ്സണൽ ഫിനാൻസ് വിദഗ്ധൻ KK ജയകുമാർ എഴുതിയൊരു ആർട്ടിക്കിളായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് സെൻസ് ഉണ്ടാക്കി. പണം പാപമാണെന്ന ചിന്ത ഏതോ കാലം മുതൽ മലയാളി മനസ്സിൽ കയറിക്കൂടി. പണത്തിൻ്റെ കാര്യം പരസ്യമായി സംസാരിക്കാതെ രഹസ്യമായി വെക്കണമെന്ന ചിന്ത രൂഢമൂലമായി. ശരിയല്ലേ? ഇപ്പോൾ നമ്മളിതുപോലെ പൈസയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ആരും ചെയ്യാറൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സീക്രട്ടായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അറിവും വിവരവും വേണ്ടുവോളം ഉണ്ട് നമുക്ക്, പക്ഷെ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തത് വിനയാകുന്നു. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പല ആൾക്കാർക്കും തന്നെ എല്ലാവർക്കും കുറേ EMI കടം ഇതൊക്കെ ഉണ്ട്. ചോദിച്ചാൽ പറയും ഭയങ്കര ടൈറ്റാണ് പൈസ ഇതൊക്കെ. പക്ഷെ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്.
പണം ചിലവഴിക്കാനുള്ളത് തന്നെയാണ്, പിശുക്കല്ല സമ്പാദ്യം. ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനമല്ല അയാളുടെ സമ്പത്ത്. അത് വിവിധ നിക്ഷേപ മാർഗങ്ങളിൽ നിക്ഷേപിച്ച് സമ്പത്താക്കുന്നതാണ് വിജയം. വേറൊരു കാര്യമാണ് ഈ സാമ്പത്തിക അസമത്വം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് പൂറും മിഡിൽ ക്ലാസ്സുമാണ്. അതായത് വലിയൊരു വിഭാഗം സമ്പത്തും വളരെ കുറച്ച് ആളുകളുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു സാമ്പത്തിക അസമത്വം നമ്മൾ നേരിടുന്നുണ്ട്. ഇതൊക്കെ ഒരു സാഡ് റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ കമൻസായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.